നമസ്കാരം. ഞാനിന്നിവിടെ അവതരിപ്പിക്കുന്ന സ്റ്റാൻഡപ്പ് കോമഡിയിലെ കഥയും കഥാപാത്രങ്ങളും തികച്ചും യാദൃശികം മാത്രമാണ്. ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ഇനി ജനിക്കാൻ പോകുന്നവരായിട്ട് യാതൊരു വക ബന്ധവും ഈ സ്റ്റാൻഡപ്പ് കോമഡിക്കില്ല. ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഞാനിത് പഠിച്ചു പോയി. ഞാനും നമ്മുടെ യൂസഫ് അലി സാറും, നമ്മൾ ഒരുപാട് ബഹുമാനിക്കുന്ന യൂസഫ് അലി സാറും ഒരു കാര്യത്തിൽ ഭയങ്കര കണക്ഷൻ ഉണ്ട്. ഇപ്പം നിങ്ങൾ വിചാരിക്കും കാശിൻ്റെ കാര്യത്തിലാണ്. കാശിൻ്റെ കാര്യത്തിലല്ല, ചാളയുടെ കാര്യത്തിലാണ്. അതായത് യൂസഫ് അലി സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മീനാണ് ചാള. അതുപോലെ തന്നെ എനിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട മീനാണ് ചാള. എൻ്റെ വീട്ടിൽ എല്ലാ ദിവസവും ഞാൻ ചാള മേടിക്കും. കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു കിറ്റ് ചാള മേടിച്ചിട്ട് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് എൻ്റെ അമ്മോട് പറഞ്ഞു, അമ്മേ വേഗം അങ്ങോട്ട് കറി വെച്ചേന്ന് പറഞ്ഞു. അപ്പം എൻ്റെ അമ്മ സന്തോഷത്തോടു കൂടി ആ കിറ്റ് മേടിച്ച് കിറ്റിലേക്ക് നോക്കിയതും എൻ്റെ അമ്മയുടെ മുഖം അങ്ങോട്ട് മാറി. എൻ്റെ അമ്മ എന്നോട് പറയും, എൻ്റെ പൊന്നു മോനെ എത്ര കാലമായിടാ നിന്നോട് ഒരു കിലോ അയില മേടിക്കാൻ പറഞ്ഞിട്ട്. എൻ്റെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മീൻ അയിലയാണ്. ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മയ്ക്ക് ഒരു കിലോ അയില മേടിക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, അമ്മയ്ക്ക് ഞാനൊരു കിലോ അയില കൂടെ മേടിച്ചു കൊണ്ടുവന്നാൽ നമ്മുടെ അച്ഛൻ്റെ മുഖം മാറും. കാരണം എൻ്റെ അച്ഛന് ഏറ്റവും ഇഷ്ടപ്പെട്ട മീൻ ചെമ്പല്ലിയാണ്. ഇനി അച്ഛനൊരു കിലോ ചെമ്പല്ലി, എൻ്റെ അമ്മയ്ക്ക് ഒരു കിലോ അയിലും മേടിച്ചു എന്ന് വിചാരിക്കാം. രമേശേട്ടാ, എൻ്റെ പെണ്ണിൻ്റെ മുഖം മാറും. ഇവളെ കല്യാണം കഴിച്ച അന്ന് തൊട്ട് ഇവൾ എന്നോട് പറയാ, ചേട്ടാ നിങ്ങൾ എൻ്റെ അടുത്ത് കൊഞ്ചാറുണ്ടാ കുഴയാറുണ്ടാ, ഇതൊക്കെ പൊക്കോട്ടെ, ഒരു കിലോ കൊഞ്ച് മേടിക്കാൻ പറഞ്ഞിട്ട് എത്ര കാലമായി. എൻ്റെ ഭാര്യയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മീൻ കൊഞ്ചാണ്. എൻ്റെ വീട്ടിൽ 95 വയസ്സ് പ്രായമുള്ള ഒരു അമ്മാമ്മയുണ്ട്. അമ്മാമ്മ നേരം വെളുത്ത് കഴിഞ്ഞാൽ തുടങ്ങും, ഡാ ബിഞ്ഞാ ഒരു കിലോ കൂന്തൽ മേടിക്കടാ, ഒരു കിലോ കൂന്തൽ മേടിച്ച് കറി വെച്ച് കഴിച്ചിട്ട് ചാവാൻ പറ്റുമോ. എൻ്റെ അമ്മാമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മീൻ കൂന്തലാണ്. സത്യം പറയാലോ, എൻ്റെ വീട്ടിൽ 8 പേരുണ്ട്. 8 പേർക്കും 8 തരം മീനോടാണ് ഇഷ്ടം. ഈ 8 പേർക്കും 8 തരം മീൻ ഞാൻ ഡെയിലി മേടിക്കണമെങ്കിൽ ചുരുങ്ങിയത് 800 രൂപ വരും. എനിക്ക് ആകെ ഡെയിലി കിട്ടണ കൂലി 800 രൂപയാണ്. ഈ 800 രൂപയ്ക്ക് ഞാൻ മീൻ മാർക്കറ്റിൽ നിന്ന് മീൻ മേടിച്ച് കൊണ്ടുവരുന്നത് ഞങ്ങളുടെ പഞ്ചായത്ത് ഓഫീസിലുള്ള ഏതെങ്കിലും ഒരു ഓഫീസർ കണ്ടു കഴിഞ്ഞു, തീർന്നു. ഇപ്പം പഞ്ചായത്തിൽ നിന്ന് വീടിന് ലോൺ പാസ്സായിരിക്കുക. ഡെയിലി 800 രൂപയ്ക്കൊക്കെ മീൻ മേടിക്കുന്നവന് നമ്മൾ എന്തിനാ പഞ്ചായത്തിൽ നിന്ന് വീടിന് ലോൺ പാസ്സാക്കണമെന്ന് പറയും. ഇപ്പം ഞാൻ ഒരു കാര്യം ചെയ്തു തരാം ചേട്ടാ, എല്ലാ ദിവസവും രാത്രി 7 മണിക്ക് ശേഷം മീൻ മാർക്കറ്റിലേക്ക് ചെല്ലും. അപ്പോൾ അവിടെ ബാലൻസ് വരുന്ന മീൻ ഉണ്ടല്ലോ, ഈ സ്റ്റോക്ക് വരുന്ന മീൻ, ഇതൊക്കെ ഇവർ കൂട്ടിയിട്ടിട്ട് പലവക എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. 200 രൂപ കൊടുത്താൽ മതി, വയറ് നിറച്ച് കിട്ടും. ഇന്നലെ 200 രൂപയ്ക്ക് ഞാൻ പലവകയും മേടിച്ച് എൻ്റെ വീട്ടിൽ ചെന്നു. എൻ്റെ പൊന്നെ, എൻ്റെ വീട്ടിൽ വിഷോണം വന്ന മാതിരിയാണ്. അതായത് വിഷുമോണം ഒരുമിച്ച് വന്ന മാതിരി ഭയങ്കര ആഘോഷം, പടക്കം പൊട്ടിച്ചിട്ട് ആഘോഷിക്കണേ. അപ്പോൾ ഈ പലവകയെന്ന് 2 അയില എടുത്തിട്ട് എൻ്റെ അമ്മ അടുക്കളയിൽ പോയിട്ട് പാടാ, അയില വറുത്തതുണ്ട്, അയില പൊരിച്ചതുണ്ട്, കുടംപുളിയിട്ട് വച്ച നല്ല അയില കറിയുണ്ട്. എൻ്റെ ഭാര്യ ഈ പലവകയെന്ന് 2 കൊഞ്ചിനെടുത്തിട്ട് കൊഞ്ചിക്കുന്നു, വാ വാവോ വാ വാ വാവോ അമ്മയുടെ മോനാരോ. എൻ്റെ അമ്മാമ്മ ഈ പലവകയെന്ന് 2 കൂന്തലും കൈപിടിച്ച് അകത്ത് കൂന്താളിച്ച് നടക്കും. പക്ഷേടാ, ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം, ഞാൻ ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്ന കണ്ടന്റ് പലവക, അതായത് പലതരത്തിലുള്ള കണ്ടന്റാണ്. ഇഷ്ടമുള്ള ആളുകൾ ഇഷ്ടമുള്ള കണ്ടന്റിന് ഇഷ്ടം പോലെ ചിരിക്കുക. ചിരി ആയുസ് വർദ്ധിപ്പിക്കുന്നതാണ് പറഞ്ഞല്ലേ. എൻ്റെ കൂട്ടുകാരൻ്റെ ഒരു അപ്പാപ്പുണ്ട്, ആൾക്ക് വലിവും ശ്വാസമുട്ടൊക്കെ ആയിട്ട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ അവിടുന്ന് ഡോക്ടർമാർ പേര് വിട്ടി, രക്ഷയുന്നില്ല, നിങ്ങൾ വേഗം വീട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ ഇവൻ്റെ വീടിൻ്റെ നടയിലകത്താണ് അപ്പാപ്പനെ കിടത്തിക്കണം. അപ്പോൾ ഇവനാണെങ്കിൽ അപ്പാപ്പൻ്റെ പെൻഷൻ കാശുമ്പോൾ ജീവിക്കണവനാ. അപ്പോൾ അവൻ പറയടാ, അപ്പാപ്പന് തീരെ വയ്യ, അപ്പാപ്പൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പണിയെടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ടെൻഷൻ അടിക്കാണ്ടിരിക്കും, ചിരി ആയുസ് വർദ്ധിപ്പിക്കുന്നതാണ് പറഞ്ഞിരിക്കണേ. നീ ഒരു കാര്യം ചെയ്യും, അപ്പാപ്പന് നല്ല കോമഡി പടം വെച്ച് കൊടുക്കുന്നു പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, ഇപ്പം ടി വിയിൽ ഒരു നല്ലൊരു കോമഡി പടം കളിക്കണ്ടേ, ആ പടത്തിൻ്റെ പേരൊന്നും ഞാൻ പറയില്ല, അതിൻ്റെ ഡയറക്ടർ ഇപ്പോഴും ചിരിച്ചുകൊണ്ട് നടക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു, നീ ടി വിയിൽ സിനിമ വെച്ച് കൊടുത്തോളാൻ പറഞ്ഞു. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് പോകാൻ എന്നെ വിളിച്ചു, ബിനു. ഞാൻ പറഞ്ഞു, എന്താടാ, നീ പറഞ്ഞത് കറക്റ്റാ, ചിരി ആയുസ് വർദ്ധിപ്പിക്കുന്നു പറഞ്ഞു, വളരെ കറക്റ്റാ. എൻ്റെ അപ്പാപ്പ ഇപ്പം ഉണ്ടല്ല കട്ടിൽ ചാരി ഇരുന്ന് ചിരിച്ച് സിനിമ കണ്ടെന്ന് പറഞ്ഞു. എനിക്ക് ഒരുപാട് സന്തോഷമായി. ആ അപ്പാപ്പന് ഒരു കയ്യടി കൊടുത്ത മക്കളെ. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവൻ എന്നെ വീണ്ടും വിളിച്ചു, ബിനു നീ പറഞ്ഞത് വളരെ കറക്റ്റാ, ചിരി ആയുസ് വർദ്ധിപ്പിക്കുന്നു പറഞ്ഞു, വളരെ കറക്റ്റാ. ഞാൻ പറഞ്ഞു, എന്ത് പറ്റി? അല്ലടാ, അപ്പാപ്പ ഉണ്ടല്ലോ മുഖത്തുനിന്ന് ഓക്സിജനൊക്കെ എടുത്ത് മാറ്റിയിട്ട് കൈയ്യെട്ടിച്ചിട്ട് ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു, ഇനി നീ 1 മണിക്കൂർ കഴിയാണ്ട് വിളിക്കേണ്ടെന്ന് പറഞ്ഞു. ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു, ബിനു. ഞാൻ പറഞ്ഞു, എന്ത് പറ്റിയിട്ട്? അപ്പാപ്പൻ തുള്ളി ചാടി നടക്കണ്ട. അല്ലടാ, അപ്പാപ്പൻ പോയി, നാളെ 10 മണിക്കാണ് അപ്പാപ്പൻ്റെ പരിപാടി. ഞാൻ ചോദിച്ചത് എന്താ ഉണ്ടായെന്ന് ചോദിച്ചപ്പോൾ പറയണത്, ഈ സിനിമയുടെ ഇന്റർവ്യൂവിൽ അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ കോമഡിയുടെ ഒരു അയ്യര് കളിയായിരുന്നു. അപ്പാപ്പൻ ചിരിച്ച് മുകളിലേക്ക് ശ്വാസം എടുത്തതാ, പിന്നെ അടിയിലേക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണം എന്നാ പറയണ. ഞാൻ നില പോയി, അപ്പാപ്പൻ മരിച്ചിട്ട് കിടക്കുകയാണെങ്കിൽ ചിരിച്ചിട്ടാണ് കിടക്കണം. അപ്പം ചിരി ആയുസ് വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞ് ശരിയാണ്, പക്ഷെ അത് ഏത് ചിരിയാണെന്ന് എനിക്ക് മനസ്സിലാവില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും പ്രണയമില്ലേ? ഇല്ലേ? പക്ഷെ എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് നിന്നൊക്കെ ആര് പ്രണയിക്കാനാണ്? ഞാനും ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്, എന്നൊക്കെ ആര് പ്രണയിക്കാനാണ്. എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു, 1 വേ പ്രണയമായിരുന്നു. എനിക്ക് ആ കുട്ടീനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇവളെ എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇവളെ ഡെയിലി കാണാൻ തോന്നി. അപ്പോൾ ഇവളെ അത്യാവശ്യം ഡാൻസൊക്കെ പഠിക്കാൻ പോണ കുട്ടിയെ. അങ്ങനെയാണെങ്കിൽ ഇവള് ഡാൻസ് പഠിക്കാൻ പോകുന്നിടത്ത് പോയി ചേരാം, അപ്പോൾ ഡെയിലി കാണാമല്ലോ. അങ്ങനെ എൻ്റെ അമ്മാമരെ മുറുക്കാൻ പാത്രത്തിൽ നിന്ന് ഒരു കീറിയ വിറ്റിലും ഒരു കഷ്ണം അടയ്ക്കും എടുക്കാത്തൊരു 5 നോട്ടും കൈ പിടിച്ച് ഞാൻ ടീച്ചറെ വീട്ടിൽ ചെന്നു.
ടീച്ചറെ കണ്ട വഴിക്ക് ഞാൻ ദക്ഷിണ കൊടുക്കാൻ അരമണ്ഡലത്തിൽ അങ്ങോട്ട് നിന്ന്. ടീച്ചർ എന്നെ അടിമുടി നോക്കിയിട്ട് പറയും, ആണുങ്ങൾ കാലകത്താൻ പാടുണ്ട്. അപ്പൊ തന്നെ ഞാൻ കാല് സ്റ്റഡിയാക്കി വെച്ചു. ടീച്ചർ വീണ്ടും എന്നെ അടിമുടി നോക്കിയിട്ട് പറയാ, 10 പറ ചോറ് കൊള്ളാമെന്നൊരു വയറും കാക്കയുടെ കളറും ഒരു ഇളിഞ്ഞ മുഖം, കടക്ക് പുറത്ത്. ഞാൻ അവിടെ നിന്ന് കരഞ്ഞ്, പോരാണ്ട് വീട്ടിലേക്ക് നടന്ന് കരഞ്ഞു, വീട്ടിലേക്ക് ചെന്നിട്ട് കരഞ്ഞു. അപ്പൊ എൻ്റെ അമ്മ പറഞ്ഞു, എന്താ പൊന്നു മോനെ നീ എന്തിനാ കരയണ? ഞാൻ പറഞ്ഞു, കളറിന്റെ പേരിൽ ടീച്ചർ എന്നെ കളിയാക്കി. അപ്പൊ അമ്മ പറയാം, നീ ചിരിക്കണം. ഞാൻ പറഞ്ഞു, എങ്ങനെ ചിരിക്കും? നിന്റെ അച്ഛൻ്റെ അമ്മേരും കളർ എന്താ? കറുപ്പ്, അതുകൊണ്ട് നീ കറുത്തു. ശരിക്കും പറയുകയാണെങ്കിൽ ടീച്ചറാണ് കരയേണ്ടതെന്ന്. ഞാൻ അമ്മോട് പറഞ്ഞു, അത് എങ്ങനെ അമ്മ ടീച്ചർ കരയാ? ടീച്ചർ അമ്മേരെ അച്ഛൻ്റെ കളർ എന്താ? കറുപ്പ്. ടീച്ചറെ കളറോ? വെളുപ്പ്. അപ്പൊ ടീച്ചറിലേക്ക് അറിയേണ്ടത്. പറഞ്ഞു നിന്നില്ല, അമ്പലത്തിൽ വെടിപ്പെട്ടു. സത്യം. ഞാനിപ്പോൾ ഈ ഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ട്, ഈ പരിപാടിക്ക് വരാൻ ഒരു ഷർട്ട് എടുക്കാൻ വേണ്ടി ഒരു കടയിൽ കയറി. അപ്പം ഞാൻ കടയിൽ കയറി കഴിഞ്ഞാൽ, സാധാരണ ഷർട്ട് എടുക്കാൻ കടയിൽ കയറി കഴിഞ്ഞാൽ ഈ ഇട്ട് പോയ ഷർട്ട് കവറിലാക്കിയിട്ട് അവിടെ നിന്ന് എടുത്ത ഷർട്ട് ഇട്ട് പോരും. അങ്ങനെ ഷർട്ട് എടുത്ത് പുറത്തേക്ക് ഇറങ്ങി വഴിക്ക് കടക്കാരൻ പറഞ്ഞു, അവിടെ നിൽക്കാം അവിടെ എന്ന് പറഞ്ഞു. ഞാൻ ദൈവമേ, അറിഞ്ഞുകൊണ്ട് ഞാൻ കടയിൽ നിന്ന് ഒന്നും എടുത്തിട്ടില്ല. ഇനി അറിയാണ്ട് എൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ പോകുന്നുണ്ടാവും, കാരണം CCTV ഉള്ള കാലമുള്ള. ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ആൾ പറയാം, അതെ നീ ഒന്നും എടുത്തിട്ടില്ല, ഇവിടെ ഒന്നെടുത്ത ഒന്ന് ഫ്രീ ആയി, ഈ ഷർട്ടും കൂടി കൊണ്ടുപോകാൻ. അങ്ങനെ ഞാൻ ആ ഷർട്ട് കവറിൽ വെച്ച് ബസ് വന്നപ്പോൾ ബസ്സിന് കൈയാട്ടി ബസ്സിൽ കയറി വഴിക്ക് കമ്പിയിൽ പിടിച്ച വഴിക്ക് ഈ കഷത്തിൻ്റെ ഭാഗം കയറി. അപ്പം എനിക്ക് മനസ്സിലായി, വെറുതെ അല്ല ഒന്നെടുത്ത ഒന്ന് ഫ്രീ. ഇത് വീട് വരെ എത്തണ്ടേ? ഇപ്പം എന്തെടുത്താലും ഫ്രീ. ഒരു ഷർട്ട് എടുത്താൽ ഒരു ഷർട്ട് ഫ്രീ, ഒരു ഉടുപ്പ് എടുത്താൽ ഒരു ഉടുപ്പ് ഫ്രീ, ഒരു ട്രൗസർ എടുത്താൽ ഒരു ട്രൗസർ ഫ്രീ. അപ്പം എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി കാലം കഴിച്ചിട്ട് കല്യാണം കഴിച്ചാൽ മതിയാണ്. വേറെ ഒന്നും കൊണ്ടല്ല, ഇനി കുറച്ചുകൂടി കാലം കഴിച്ചിട്ട് കല്യാണം കഴിക്കുമ്പോൾ ഒരു കല്യാണം കഴിച്ച ഒരു പെണ്ണ് ഫ്രീ കിട്ടിയാലേ. എഡിറ്റ് ചെയ്യുന്ന ആൾക്കാർ ഒരു പ്രത്യേക ശ്രദ്ധയ്ക്ക് ഈ ഭാഗം വരുമ്പോൾ ഒന്ന് എഡിറ്റ് ചെയ്ത് കളഞ്ഞോളോ. എൻ്റെ പെണ്ണ് സ്ഥിരമായിട്ട് കാണുന്ന പരിപാടി, അവളുടെ കൈ ഉണ്ടല്ലോ ഇരുമ്പ്. അവൾ ഒരു അടി അടിച്ചാണ്ടല്ല, 1.5 അടി അടിച്ച മാരിയാ. താങ്ക് യു. Once upon a time.